ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി എന്താണെന്ന് പറയട്ടെ. ഒരു വറ്റൽമുളക് ചമ്മന്തിയാണേ. ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് കഴിക്കാൻ. അപ്പം നമുക്ക് തുടങ്ങിയാലോ? പിന്നെ ഫ്രണ്ട്സ്, പോകരുതേ, ഒരു കാര്യം പറയട്ടെ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് തുടങ്ങാവേ. അതിനായി ആവശ്യമുള്ളത് വറ്റൽമുളക്, ഉപ്പ്, പുളി, ചെറിയ ഉള്ളി, 3 തണ്ട് കറിവേപ്പില. ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി വന്നു. അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 10 വറ്റൽമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വന്ന ശേഷം നമുക്കൊരു ചെറിയ ജാറിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പുളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ചെറിയ ഉള്ളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആറിയ ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇതേപോലെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ചെറിയ ചെറിയ തരിയോടുകൂടി ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ്. നമ്മുടെ ചമ്മന്തി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.